ഹായ് ഫ്രണ്ട്സ്, ഇന്ന് രഞ്ജിത എഴുതിയിരിക്കുന്നൊരു മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് രഞ്ജിത, 34 വയസ്സുണ്ട്. ഞാൻ വീട്ടമ്മയാണ്. ഭർത്താവ് ഒരു പ്രൈവറ്റ് കമ്പനിയിൽ നല്ലൊരു പൊസിഷനിൽ വർക്ക് ചെയ്യുന്നു. ഞങ്ങളുടെ വീടിനടുത്ത് തന്നെയാണ് ഭർത്താവിൻ്റെ വീടും. അവിടെ ഭർത്താവിൻ്റെ അനിയനും ഭാര്യയുമുണ്ട്. അനിയത്തി എൻ്റെ വലിയൊരു കൂട്ടുകാരിയാണ്. എന്നേക്കാൾ 3 വയസ്സിനിളയതാണ് അവൾ. എൻ്റെ കല്യാണം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞപ്പോഴാണ് അവളുടെ കല്യാണം കഴിഞ്ഞത്. ഏകദേശം 1 വർഷത്തോളം ഞങ്ങൾ ഒരു വീട്ടിൽ താമസിച്ചു. പിന്നെ എൻ്റെ ഭർത്താവ് പറഞ്ഞു, തൊട്ടടുത്ത വീതത്തിൽ നമുക്ക് വീട് വെക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ വീട് വെച്ച് അങ്ങോട്ടേക്ക് താമസം മാറുകയായിരുന്നു. എങ്കിലും എല്ലാ കാര്യങ്ങൾക്കും അനിയത്തിയാണ് എൻ്റെ കൂട്ട്. സാധാരണ ചേട്ടൻ്റെയും അനിയൻ്റെയും ഭാര്യമാർ തമ്മിൽ വഴക്കും വക്കാണൊക്കെ ഉണ്ടാകുമ്പോൾ ഇവിടെ ഞങ്ങൾ തമ്മിൽ നല്ല കൂട്ടാണ്, സുഹൃത്തുക്കളെ പോലെയാണ്. ആദ്യം തൊട്ടേ അവൾ എല്ലാ രഹസ്യങ്ങളും എന്നോട് തുറന്നു പറയും. ഞാനും അവളോട് എൻ്റെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാറുണ്ട്. ഭർത്താവിൻ്റെ അനിയനും വർക്ക് ചെയ്യുന്നത് ഒരു പ്രൈവറ്റ് കമ്പനിയിലാണ്. ഇവർ തമ്മിൽ പ്രേമ കല്യാണമായിരുന്നു. ഞങ്ങളുടേത് അറേഞ്ച് മാരേജും. കല്യാണം കഴിഞ്ഞ് 4 വർഷമായിട്ട് അവർക്ക് കുട്ടികളുണ്ടായില്ല. അപ്പോഴെല്ലാം അവൾ എന്നോട് പരാതി പറയുമായിരുന്നു. എന്താണെന്നറിയില്ല ചേച്ചി, ഡെയിലി ഞങ്ങൾക്ക് തമ്മിൽ എല്ലാ രീതിയിലുമുള്ള സ്നേഹപ്രകടനങ്ങളുണ്ട്. പക്ഷേ ഒന്നും നടക്കുന്നില്ല. ഡോക്ടറെ പോയി കാണുമെന്ന് പറഞ്ഞിട്ട് ഡോക്ടറെയും കണ്ടു. 2 പേർക്കും ഒരു കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ എന്തുകൊണ്ടോ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാരമില്ല, ഡോക്ടറല്ലേ പറഞ്ഞത്, ഇങ്ങനെ പോകുമ്പോൾ പതുക്കെ ശരിയാകുമെന്ന്. ഇത്രയും നാളായില്ലേ ചേച്ചി, എന്താ എനിക്ക് മാത്രം ഇങ്ങനെ? ചേച്ചിക്കൊക്കെ ദേ പെട്ടെന്ന് തന്നെയാണല്ലോ. ഞാൻ പറഞ്ഞു, പെട്ടെന്നൊക്കെ തന്നെയാണ്, പക്ഷേ എന്ന് വെച്ചിട്ട് രണ്ടാമത്തെ കാര്യം നോക്ക്, എത്രയോ കാലമായിട്ട് ഒന്നുമില്ല. എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ പോലെ മനുഷ്യർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. നമ്മളിപ്പോൾ പരിശോധിച്ചാൽ കണ്ടുപിടിക്കുന്ന കാര്യങ്ങളല്ലടി, അല്ലാതുള്ള ചില കാര്യങ്ങളും കാണും എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവളെ സമാധാനിപ്പിച്ചു. ഒരു ദിവസം അവൾ എന്നോട് പറഞ്ഞു, ചേച്ചി എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്, അത് കേട്ടിട്ട് ചേച്ചി അഭിപ്രായം പറയണമെന്ന്. നീ കാര്യം പറ മോളെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾ എന്നോട് പറഞ്ഞു, എൻ്റെ ഭർത്താവിന് കുറച്ച് നാളായി നല്ല മാറ്റമുണ്ട്. എന്ത് മാറ്റമാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് എനിക്ക് പറയാനറിയില്ല. അതെന്താടി പറയാനറിയാത്ത മാറ്റം? ചേച്ചി, അങ്ങേർക്ക് പെണ്ണുങ്ങളുടെയൊക്കെ രീതി കൂടുതൽ വരുന്ന പോലെ എനിക്ക് തോന്നുന്നു. പണ്ടേ പുള്ളിക്ക് ഇത്തിരി ഒരു ഫെമിനിസ്റ്റ് ലുക്കും സംസാരമൊക്കെ ഉണ്ട്. ഞങ്ങൾ തമ്മിൽ പ്രേമത്തിലായി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കൂട്ടുകാരികൾ പറഞ്ഞതാണ്, അങ്ങനെ ഒരാളെ എന്തിനാണ് നീ പ്രേമിക്കുന്നത്, കാണാൻ കൊള്ളാമെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും അത് വേറെ സ്റ്റൈലിലാണല്ലോ അവൻ്റെ നടത്തവും സംസാരവുമൊക്കെ. നല്ല ആണിൻ്റെ ലുക്കുണ്ടെങ്കിലും വേറെന്തോ ഒരു ക്യാരക്ടർ അവനിലുണ്ട്. നീ അവനെ കല്യാണം കഴിക്കരുത്, ഭാവിയിൽ ബുദ്ധിമുട്ടുമെന്ന് എൻ്റെ കൂട്ടുകാരികളൊക്കെ പറഞ്ഞതാണ്. പക്ഷേ അന്ന് പ്രേമം തലയ്ക്ക് പിടിച്ചതുകൊണ്ട് എനിക്ക് ഈ കാര്യങ്ങളൊന്നും മനസ്സിലായില്ല. പോടി, അവനങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അവനെ ഓമനിച്ച് വളർത്തിക്കൊണ്ടുള്ള ഒരു സ്വഭാവമാണെന്ന് ഇവിടുത്തെ അമ്മ പറയുമല്ലോ. ആ, അത് ശരിയാ ചേച്ചി, പക്ഷേ എന്തോ ഒരു ഇഷ്യൂ പുള്ളിക്കുണ്ട്, അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ അത് കാര്യമാക്കിയില്ല. അല്ലെങ്കിൽ തന്നെ നമുക്ക് വേണ്ട കാര്യങ്ങൾ വേണ്ടവോളം കിട്ടുമ്പോൾ നമ്മൾ എന്തിനാണ് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത്? പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. കഴിഞ്ഞ ദിവസം പുള്ളിക്കാരൻ്റെ ബാഗിൽ നിന്ന് സ്ത്രീകൾ അടിയിലിടുന്ന പോലെയുള്ള ഒന്ന് കിട്ടി. അയ്യോ, അവന് വേറെ പെണ്ണുങ്ങളുമായിട്ട് ആരെങ്കിലും ബന്ധമുണ്ടോടി? സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെയാണ് ചേച്ചി വിചാരിച്ചത്. എവിടെയെങ്കിലും പോയിട്ട് അബദ്ധവശാൽ അത് ബാഗിൽ അകപ്പെട്ടു പോയതായിരിക്കുമെന്ന്. പക്ഷേ ഞാൻ ഫോൺ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ആദ്യം പ്രശ്നമുള്ളതൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. പക്ഷേ അകത്ത് ഒരു ഫോൾഡർ, അതാണെങ്കിൽ പാസ്വേഡ് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഞാനാണെങ്കിൽ 2-3 വട്ടം പുള്ളി ഉപയോഗിക്കാറുള്ള പാസ്വേഡൊക്കെ അടിച്ചു നോക്കി. അതിൽ ഒരെണ്ണം ശരിയായിരുന്നു. തുറന്നു നോക്കിക്കഴിഞ്ഞപ്പോഴില്ലേ, അതിനകത്ത് 3-4 ചിത്രങ്ങളുണ്ട്. അത് ഒന്നേ നോക്കിയുള്ളൂ ചേച്ചി. ഞാൻ ഞെട്ടിപ്പോയി. എന്താണ് നീ അവിടെ കണ്ടത്? ദേ ഈ ഒരു സാധനവും പിന്നെ മുകളിൽ സ്ത്രീകളിടുന്ന സാധനവും ഇട്ട് ഒരു സ്ത്രീയെപ്പോലെ അങ്ങേർ ഒരു ഭിത്തിയിൽ ചാരി നിൽക്കുന്നു. ആരോ എടുത്തൊരു ഫോട്ടോ ആണ്. നീ പറഞ്ഞു വരുന്നത് എന്താ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ചേച്ചിക്ക് ഞാൻ പച്ച മലയാളത്തിൽ പറയുന്നത് മനസ്സിലായില്ലേ? അയാൾ അവിടെ പെണ്ണുങ്ങളെപ്പോലെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഒരു ഭിത്തിയിൽ ചാടി നിൽക്കുന്ന ഫോട്ടോ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 സാധനം ഇട്ടുകൊണ്ട് അങ്ങേരിങ്ങനെ നിൽക്കുന്നു ഒരു പ്രത്യേക ഭാവത്തിൽ. അപ്പോൾ നീ പറഞ്ഞു വരുന്നത് എന്താ? ശരിക്കും ആ ഫോട്ടോ എടുത്തത് ആരാ? വേറൊരു പെണ്ണാണോ? എൻ്റെ പൊന്നു ചേച്ചി, അത് വേറൊരു പെണ്ണാകാൻ യാതൊരു സാധ്യതയുമില്ല.
അതെങ്ങനെ നിനക്കറിയാം? ചിലപ്പോൾ അങ്ങനെ ഒരു പെണ്ണുമായിട്ട് ഇഷ്ടം കാണും, അവളുടെ വസ്ത്രങ്ങൾ എടുത്ത് ധരിച്ചതാണെങ്കിലോ? ഇതങ്ങനൊന്നും അല്ല ചേച്ചി, മറ്റേ പരിപാടിയാണ്. എന്തോ എൻ്റെ പെണ്ണെ, നീ അങ്ങ് തുറന്നു പറ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ചേച്ചി, അങ്ങേർക്ക് മറ്റാണുങ്ങളുമായിട്ട് എന്തൊക്കെയോ കണക്ഷൻ ഉള്ള പോലെ എനിക്ക് തോന്നുന്നു. ആ ആണുങ്ങളുടെ അടുത്ത് പോയിട്ടാണ് ഇങ്ങനെയുള്ള വേഷങ്ങൾ ധരിച്ച് അവിടെ പല വിളയാട്ടങ്ങളും നടത്തുന്നത്. അത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി മാഡം. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എടി, ഞാൻ കേട്ടിട്ടുണ്ട് സ്ത്രീകളുടെ വസ്ത്രങ്ങളൊക്കെ എടുത്ത് ധരിക്കുന്ന ആണുങ്ങളെപ്പറ്റി. ചിലപ്പോൾ അങ്ങനെയാകാം, അവന് മറ്റൊരു പെണ്ണുമായിട്ടായിരിക്കാം ബന്ധം, അല്ലാതെ ഈ പറഞ്ഞതുപോലെയുള്ള ബന്ധമായിരിക്കില്ലെന്ന്. അല്ല ചേച്ചി, അതിനിടയിൽ പുറത്തു പറയാൻ കൊള്ളാത്ത പല ഫോട്ടോസുമുണ്ട്. അതെല്ലാം ആണുങ്ങളുടെ കൂടെ തന്നെയാണ്. അപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലാകുന്നത്. അപ്പോൾ നീ പറയുന്നത് അവൻ ട്രാൻസ്ജെൻഡർ പോലെ ആരോ ആണെന്നാണോ? അതൊന്നും എനിക്കറിയില്ല ചേച്ചി. പക്ഷേ അങ്ങനെ എന്തൊക്കെയോ ഭാവങ്ങൾ പുള്ളിയുടെ ഉള്ളിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ എന്നെ ഇഷ്ടമാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ ചേച്ചി ഒന്നുകൂടി ഞെട്ടും. എന്താടി ഇനി ഞെട്ടിക്കുന്ന എന്താ രഹസ്യം? അതിൽ ഞാൻ 1-2 ഫോട്ടോ കണ്ടു. അത് കണ്ടപ്പോൾ മുതൽ എൻ്റെ മനസ്സിൽ വല്ലാത്ത സംശയം. അതെന്ത് സംശയമാണ്? ചില ആണുങ്ങളൊക്കെ കൂടെ ഉണ്ടല്ലോ, പക്ഷേ മുഖമൊന്നുമില്ല. അതിൽ ഒരു ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അത് ചേട്ടൻ്റെ ആണോന്ന് സംശയം. യോ, നീ എന്തായി പറഞ്ഞത്? തോന്നിയാസം പറയരുത്. സഹോദരിമാരെ പറ്റി ഇങ്ങനെയൊക്കെ പറയാൻ നിനക്ക് എങ്ങനെ തോന്നടി? അസംഭവ്യമായ കാര്യമാണ്. ഇങ്ങനെ ഒരിക്കലും ചിന്തിക്കുക പോലും ചെയ്യരുത്. എൻ്റെ ഭർത്താവിനെ പറ്റിയാണ് നീ ഉദ്ദേശിക്കുന്നെങ്കിൽ അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള ദുസ്വഭാവങ്ങളൊന്നും ഉള്ള ആളല്ല. ഒരു പക്ഷേ ചേട്ടൻ്റെ ബോഡി ഷേപ്പുള്ള ആരെങ്കിലും ആകുമായിരിക്കും. അപ്പോൾ അവളെന്നോട് പറഞ്ഞു, എന്തായാലും ഫോട്ടോ ഷെയർ ഒന്നും ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഞാൻ ആ സ്ക്രീന് എൻ്റെ മൊബൈലിൽ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ചേച്ചിക്ക് കൊണ്ടുവന്ന് കാണിക്കാം. ചേച്ചിക്ക് അറിയാമല്ലോ ചേച്ചിയുടെ ഭർത്താവിൻ്റെ രൂപഘടനകൾ. അപ്പോൾ ചേച്ചി തന്നെ ഇത് കണ്ടുപിടിക്കണം, ഇത് സ്വന്തം ഭർത്താവാണോ അല്ലയോ എന്നുള്ളത്. ലോകത്തിൽ ഇതുവരെയും കേട്ടിട്ടില്ലാത്ത ഒരു കാര്യം കേട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ തല കറങ്ങി. ഞാൻ പറഞ്ഞു, ഏയ് അങ്ങനെയൊന്നുമില്ല, നീ ആ ഫോട്ടോ എന്നെ കാണിക്കണ്ട. അപ്പോൾ അവൾ പറഞ്ഞു, അല്ല ചേച്ചി, ആ 2 ഫോട്ടോയും കണ്ടിട്ട് എനിക്ക് ഒരു മറുപടി തരണം, അതേ പറ്റുകയുള്ളൂ. എന്നിട്ട് വേണം എനിക്ക് ജീവിതത്തിൽ നിർണായകരമായ പല കാര്യങ്ങളും തീരുമാനമെടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞെടി, ഇതിപ്പം നമ്മൾ അന്വേഷിച്ചു പോയി നമ്മുടെ 2 പേരുടെയും ജീവിതം കുളമാകുന്ന കാര്യമല്ലേ എന്ന്. അവൾ പറഞ്ഞു, കുളമായാലും കരയായാലും ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ കാര്യങ്ങൾ അത് ഞാൻ തീരുമാനമെടുക്കും. ചേച്ചിയുടെ ഭർത്താവിൻ്റെ കാര്യങ്ങൾ കണ്ട് തീരുമാനം എടുക്കുക. ഇനി ചേച്ചി കണ്ടില്ല എന്നടിക്കുകയാണെങ്കിൽ അങ്ങനെ ആയിക്കോ, അതെനിക്ക് പ്രശ്നമല്ല. പക്ഷേ എൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ അതെനിക്ക് ക്ലിയർ ചെയ്തേ പറ്റുകയുള്ളൂ. എന്തോ ഒരു കുഴപ്പം അങ്ങേർക്കുണ്ടെന്ന് എനിക്ക് തോന്നി. ഇനിയിപ്പോൾ ചേച്ചിയുടെ കണ്ടിട്ട് മാത്രം തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ ആ ഫോണിൽ നിന്നെടുത്ത 2 ഫോട്ടോകൾ എന്നെ കാണിച്ചു. ഒറ്റ നോട്ടമേ ഞാൻ നോക്കിയുള്ളൂ. അപ്പോൾ എനിക്ക് മനസ്സിലായി അത് എൻ്റെ ഭർത്താവ് തന്നെയാണ്. ആ നിമിഷത്തിൽ ഞങ്ങൾക്ക് 2 പേർക്ക് മനസ്സിലായി, ഞങ്ങൾ 2 പേരും സമൃദ്ധമായി പറ്റിക്കപ്പെടുകയാണ്. സഹോദരന്മാർ 2 പേരും ഏകദേശം ഒരേ സ്വഭാവമുള്ളവരാണ്. അവർ ഒന്നിച്ചായിരുന്നു താനും. പക്ഷേ സമൂഹത്തിനാണോ അല്ലെങ്കിൽ അവർക്ക് സ്വതവേ സ്ത്രീകളോട് ഇഷ്ടം കാണുമായിരിക്കും, അതുകൊണ്ട് അവർ കല്യാണം കഴിച്ചു. എന്നിട്ട് അവരുടെ കാര്യങ്ങൾ മുടക്കമില്ലാതെ സഹോദരന്മാരാണെന്നുള്ള പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം ഭാവിച്ച് അവർ എവിടെ വെച്ചോ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. അവരുടെ കാര്യങ്ങൾ ക്ലിയറായിട്ട് നടക്കുന്നുണ്ട്. വീട്ടിൽ വരുമ്പോൾ അവരുടെ കാര്യങ്ങൾ ഇവിടെയും ക്ലിയറായി നടക്കുന്നുണ്ട്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധി രാക്ഷസന്മാരാണ്. അതിനിടയിൽപ്പെട്ട ഞങ്ങൾ 2 പെണ്ണുങ്ങളും വമ്പൻ തട്ടിപ്പിന് ഇരയായെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ ഇതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് അറിയില്ല. തുറന്നു ചോദിക്കാൻ പറ്റുമോ? അത് അവൾ ചോദിക്കും. പക്ഷേ എനിക്കെൻ്റെ ഭർത്താവിനോട് ചോദിക്കാൻ മടിയാണ്. എന്തോ ഇത്തരം കാര്യങ്ങളൊന്നും ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറില്ല. അറേഞ്ച്ഡ് മാരേജ് ആയതുകൊണ്ടായിരിക്കാം. പക്ഷേ അവൾക്ക് പ്രശ്നമില്ല. അവർ തമ്മിൽ പ്രേമ കല്യാണമാണല്ലോ. ചേച്ചി, ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നൊരു ബന്ധമല്ല നമുക്ക്. ശരിയാണ്, അവരുടെ ആ ഒരു സ്വഭാവം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എല്ലാവരും അംഗീകരിക്കുമായിരിക്കാം. അത് വേണമെങ്കിൽ നമുക്ക് അംഗീകരിക്കാം. പക്ഷേ ഇങ്ങനൊരു ബന്ധം ഈ വീട്ടിനുള്ളിൽ തന്നെ മറച്ചു വെച്ചുകൊണ്ട് അപ്പോൾ എത്ര കാലമായിട്ട് ഇവരിത് തുടരുന്നുണ്ടാകും. എന്നിട്ട് നമ്മളും പറ്റിക്കപ്പെട്ടു. ഇത് നമുക്ക് വിട്ടുകൊടുക്കാൻ പാടില്ല. തൽക്കാലം ചേച്ചി പ്രതികരിക്കണ്ട. ഞാൻ ഇതിൻ്റെ മുള്ളും മുനയും അടിവേരും ചുരുണ്ടുവെന്ന് അവൾ എന്നോട് പറഞ്ഞു. ഞാൻ അവൾക്ക് അനുവാദം കൊടുത്തു. മോളെ, നീ തന്നെ എല്ലാ കാര്യങ്ങളും കണ്ടുപിടിക്കണം, അല്ലാതെ എനിക്ക് പുള്ളിയോട് പെട്ടെന്ന് ചോദിക്കാനുള്ള ഒരു ധൈര്യമില്ല. ഈ വന്നതിൻ്റെ നാൾ വഴികളും മറ്റു കാര്യങ്ങളും ഒക്കെ നീ മനസ്സിലാക്കണമെന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു, തീർച്ചയായിട്ടും ഒരാഴ്ചക്കുള്ളിൽ ഞാനിതെല്ലാം പൊളിച്ചെടുക്കി കൈ തരാം. പക്ഷേ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? വിവാഹമോചനം ചെയ്ത് പോകേണ്ടി വരുമോ എന്ന് ചോദിച്ചു.
ഞാൻ പറഞ്ഞു അതെനിക്കറിയില്ല, അത് അപ്പം തീരുമാനിക്കാം. എന്തായാലും ഈ ഫോട്ടോയിൽ കണ്ടതിന് പിന്നിൽ നമ്മൾ വിചാരിക്കാത്ത വേറെന്തെങ്കിലും കഥകളുണ്ടെങ്കിലോ കാര്യങ്ങളുണ്ടെങ്കിലോ അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്കിത് അന്വേഷിക്കണം, എന്താണെന്ന് മനസ്സിലാക്കണം എന്ന് ഞാൻ അവളോട് പറഞ്ഞു. ആദ്യം ബഹളമുണ്ടാക്കരുത്, കണ്ടുപിടിച്ചെന്ന് പറഞ്ഞ് നീ സ്നേഹഭാവത്തിൽ ആ കഥകളെല്ലാം പുറത്തു കൊണ്ടുവന്നിട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയെന്ന് അവളും മൂളി. അന്ന് വൈകിട്ട് എൻ്റെ ഭർത്താവ് വളരെ സ്നേഹം ഭാവിച്ച് എൻ്റെ അടുത്ത് വന്നെങ്കിലും ഞാൻ തലവേദനയാണെന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറിക്കിടന്നു. മാഡം, എൻ്റെ മനസ്സ് കടല് പോലെ അലയടിക്കുകയായിരുന്നു. 2-3 ദിവസത്തേക്ക് അനിയത്തി എന്നോട് ഒന്നും പറഞ്ഞില്ല. ഞാൻ പറയാം ചോദിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ 4-ാമത്തെ ദിവസമാണ് അനിയത്തി എന്നോട് പറഞ്ഞത്, ഇന്ന് ഞാൻ ചേച്ചിയോട് വിശദമായിട്ട് എല്ലാം പറയാമെന്ന്. അവൾ തെളിവ് സഹിതം അവനോട് എല്ലാം ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആദ്യം അവൻ കഥയൊന്നും പറഞ്ഞില്ല. അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് എല്ലാം മറയ്ക്കാൻ ശ്രമിച്ചു. അവസാനം വിവാഹമോചനം നടത്തും എന്ന് ഭീഷണിപ്പെടുത്തിയപ്പോഴാണ് അവൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞത്. അനിയനും ചേട്ടനും പണ്ട് മുതലേ ഒരു മുറിയിലാണ് ഒന്നിച്ചു വളർന്നത്. അതുമാത്രമല്ല അനിയനോട് വീട്ടിലുള്ളവർക്കെല്ലാം അമിത വാത്സല്യവുമായിരുന്നു. അതിനിടയ്ക്ക് രണ്ടുപേരും എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറഞ്ഞ് സുഹൃത്തുക്കളെ പോലെയായി. അതിനിടയ്ക്കാണ് ഇത്തരം ആക്ടിവിറ്റീസും അവർക്കിടയിൽ ഉണ്ടായത്. അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടി പല കാര്യങ്ങൾക്കും ഒന്നിച്ചിറങ്ങിയാണ്. രണ്ടുപേർക്കും ആണുങ്ങളോടും പെണ്ണുങ്ങളോടും ഒരേപോലെ തന്നെയുള്ള ഇൻട്രസ്റ്റുകളാണ് ഉള്ളത്. പിന്നീട് അവർ രണ്ടുപേരും കൂടെ യോജിച്ച് നിന്ന് അവർക്ക് വേണ്ട പാർട്ട്നേഴ്സിനെ കണ്ടുപിടിക്കാൻ തുടങ്ങി. ഇപ്പോൾ അനിയനയാളെ കണ്ടെത്തിക്കഴിഞ്ഞാൽ അത് ചേട്ടന് പകർന്നു കൊടുക്കും, അല്ലെങ്കിൽ ചേട്ടൻ കണ്ടെത്തിക്കഴിഞ്ഞാൽ അനിയനെ പരിചയപ്പെടുത്തും. ഇങ്ങനെയാണ്. അതിൽ മെയിൽ ഫീമെയിൽ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. രണ്ടുപേരും കൂടെ ഒന്നിച്ചു വേണമെങ്കിലും എവിടെ വേണമെങ്കിലും എന്തിനും പോകും. പെട്രോൾ ഒഴിച്ചാലും ഡീസൽ ഒഴിച്ചാലും വെള്ളം ഒഴിച്ചാലും നീങ്ങുന്നൊരു വണ്ടി എന്ന് പറഞ്ഞതുപോലെയായിരുന്നു ഇവരുടെ രണ്ടുപേരുടെയും കാര്യങ്ങൾ. അപ്പോൾ സമൂഹ മാധ്യമങ്ങളൊക്കെ വന്നു കഴിഞ്ഞതിൽ പിന്നെ ഇത്തരം വിചിത്രമായ ഇഷ്ടങ്ങൾക്ക് ഒത്തിരി ആരാധകരുണ്ട്. ചിലപ്പോൾ കപ്പിൾസ് ആയിരിക്കും അനിയനെയും ചേട്ടനെയും കൂടെ അങ്ങോട്ട് വിളിക്കുക. അപ്പോൾ അവിടെ എല്ലാ ഇൻട്രസ്റ്റും നടക്കും. അതിൽ അനിയനാണെങ്കിൽ എന്ത് റോളും ചെയ്യും. പുരുഷൻ്റെ റോള് ചെയ്യണോ എങ്കിൽ റെഡിയാണ്, സ്ത്രീയുടെ റോള് ചെയ്യണോ അതിനും റെഡിയാണ്. എന്തിനും റെഡിയായിട്ടുള്ളൊരു മനോഭാവമാണ് അവൻ്റേത്. അതുകൊണ്ടാണ് അവൻ പല രീതിയിലുള്ള ഡ്രസ്സുകളൊക്കെ ഉപയോഗിക്കുന്നത്. പക്ഷേ എൻ്റെ ഭർത്താവിന് അങ്ങനെ ശീലമില്ല, പുരുഷൻ്റെ റോള് മാത്രമേ ചെയ്യുകയുള്ളൂ എന്നാണ് അവൻ പറഞ്ഞതെന്ന്. മാഡം, ഞാനിപ്പോൾ ഇതൊക്കെ സിമ്പിളായിട്ട് പറയുന്നുണ്ടെങ്കിലും അന്നേരം ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ തല പെരുത്തു. എനിക്കിതിൻ്റെ സാങ്കേതിക വശങ്ങൾ പോലും ഒന്നും മനസ്സിലായില്ല. ശരിക്കും വന്നേരം ദേഷ്യവും എന്തൊക്കെയോ പ്രശ്നങ്ങളായിരുന്നു. പക്ഷേ അനിയത്തിക്ക് കുറച്ചുകൂടി വിവരമുണ്ട്, അവൾ കുറച്ചുകൂടി വായനാശീലമുള്ളവളാണ്. അതുകൊണ്ടാണ് അവൾ എന്നെ വിളിച്ചിരുത്തി ഇവരുടെ ചെയ്തികളൊക്കെ വിശദമായിട്ട് പറഞ്ഞു തന്നത്. അപ്പോഴാണ് എനിക്ക് കാര്യങ്ങളൊക്കെ കുറച്ചൊന്ന് ക്ലിയർ ആയത്. ഇങ്ങനെ പണ്ടേ തരികിടയായി നടക്കുന്ന ചേട്ടനും അനിയനും ഉള്ള കുത്സിതങ്ങളെല്ലാം അവരെ ഒന്നിച്ചാണ് ചെയ്യുന്നത്. ഇതൊന്നും വീട്ടുകാർക്കറിയില്ല. വീട്ടുകാരുടെ മുന്നിൽ നല്ലപോലെ പഠിക്കുന്ന നല്ല ജോലിയുള്ള ആളുകൾ, അതേപോലെ തന്നെ നല്ല സ്നേഹമുള്ള സഹോദരന്മാർ, അതാണ് നാട്ടുകാരുടെ മുന്നിലും. അങ്ങനെയുള്ള ഇമേജ് ഉപയോഗിച്ച് അവർക്ക് ഇവിടെ ജീവിക്കണ്ടേ? അതിന് വേണ്ടിയിട്ട് 2 പെൺകുട്ടികളെ കല്യാണം കഴിക്കാൻ അവർ തീരുമാനിച്ചു. എൻ്റേത് അറേഞ്ച്ഡ് മാരേജ് ആണല്ലോ, നല്ല സുന്ദരനായ ഒരാൾ. അപ്പം ഞാൻ കല്യാണം കഴിച്ചു. എനിക്ക് ഒരു പ്രശ്നങ്ങളും ജീവിതത്തിൽ തോന്നിയിട്ടുമില്ല. എൻ്റെ ഭർത്താവ് സ്നേഹസമ്പന്നൻ, എനിക്ക് ഒരു സംശയത്തിന് ഇട നൽകിയിട്ടില്ല. അതേപോലെ നല്ല വെളുത്ത് തൊടുത്ത സുന്ദരനായ ഒരു ചെക്കൻ അവിടെ പുറകെ നടന്നു. അവളപ്പോൾ കൂടുതൽ ശ്രദ്ധിച്ചില്ല. അവളുടെ കൂട്ടുകാരികളൊക്കെ ശ്രദ്ധിച്ചിട്ട് അവളോട് പറഞ്ഞോടി ഇങ്ങനെയാണ്, സംശയമുണ്ടെന്നൊക്കെ. അവൾക്ക് പക്ഷേ അതൊന്നും കേൾക്കാൻ സമയമില്ലായിരുന്നു. അപ്പോൾ അവളിനോട് പറഞ്ഞു, ചേച്ചി, ഇതാണ് സ്ത്രീകളുടെ ജീവിതത്തിൽ നടക്കുന്നത്. പുരുഷന്മാരെ വിശ്വസിക്കും, അവർ കൊണ്ടുതരുന്നതും അവർ തരുന്നതും ഒക്കെ നേടി നമ്മൾ വെറുതെ ജീവിക്കും. ഇതാണ് സംഭവിക്കുന്നത്. ഇനി ചേച്ചിക്ക് ബാക്കി കേൾക്കണ്ടേ? ഇനിയും ബാക്കിയുണ്ടോടി? ആ ഉണ്ട് ചേച്ചി. ഈ പടങ്ങളൊക്കെ എപ്പോഴാണ് എടുക്കുന്നതെന്നറിയാമോ? ആ, എനിക്കെങ്ങനെ അറിയാനാ ചേച്ചി? ഇവരിത്തരം വീഡിയോയും ഫോട്ടോസൊക്കെ എടുക്കും, എന്നിട്ട് മുഖമില്ലാതെ അത് ചില സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യും. അപ്പോൾ ഇവരെ പോലെ താല്പര്യമുള്ളവർ വരും, കൂട്ടമായിട്ടും ഒറ്റയ്ക്കും ഒക്കെ. അതിൽ കൂടി ഇവർക്ക് ഒരു രസം. അതുമാത്രമല്ല വരുമാന മാർഗമുണ്ട്. വരുമാനം കിട്ടുമോ? പിന്നെ വരുമാനം കിട്ടാനുള്ള കാര്യങ്ങളും ഇവർ ചെയ്യുന്നുണ്ട്. ഇത്തരം വീഡിയോസൊക്കെ വേറേതോ സൈറ്റിലുണ്ട്.
ഉണ്ട്. അവിടെ ഇട്ടിട്ട് ഇവർ പണവും വാങ്ങിക്കും. എൻ്റെ പൊന്നു മോളെ, മുഖമുള്ള വീഡിയോ വല്ലതും ആണോ? ഇതൊക്കെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇവരുടെ മാനവും പോകില്ലേ, നമ്മളുടെ മാനവും പോകില്ലേ? അപ്പോൾ അവൾ പറഞ്ഞു, അതൊന്നും എനിക്കറിയില്ല, അങ്ങനെ ഏതോ ആപ്പുകളൊക്കെ ഉണ്ട്, അതിനകത്ത് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പൈസ കിട്ടും, അങ്ങനെയൊക്കെ പണം സമ്പാദിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ കൊണ്ടാണ് നമുക്കൊക്കെ ഇഷ്ടം പോലെ പണം തരുന്നതെന്നും നമ്മൾ ജോലിക്ക് പോകാതെ ഇങ്ങനെ ആഹ്ലാദമായിട്ട് കഴിയുന്നത് അങ്ങനെ അവരുടെ പൈസ കൊണ്ടാണെന്നുമാണ് ഇപ്പോൾ പറയുന്നത്. ആഹാ, അത് കൊള്ളാമല്ലോടി. അപ്പം നമുക്ക് വേണ്ടിയാണോ ഇവരിത്തരം കുൽസിത പ്രവർത്തനങ്ങൾ കാണിക്കുന്നത്? രണ്ടും തിരിമുടിഞ്ഞ കള്ളന്മാരാണ്. ഇതിന് നീ എന്താ തീരുമാനം എടുക്കുന്നത്? ഞാനും നിന്റെ കൂടെ നിൽക്കാം. എനിക്ക് ഈ വിവാഹബന്ധം വേണമെന്ന് ഒരു താല്പര്യമില്ല. ഞാനത് ഉപേക്ഷിച്ചിട്ട് എൻ്റെ വീട്ടിൽ പോവുകയാണ്. നീയും അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞു. അന്ന് രാത്രി ഞാൻ ഭർത്താവിനോട് എല്ലാം ചോദിച്ചു. ആദ്യം നിഷേധിച്ചു. പക്ഷേ അനിയത്തി തന്ന തെളിവും എല്ലാം വെച്ചുകൊണ്ട് ഞാൻ കറക്റ്റായിട്ട് കാര്യങ്ങൾ എണ്ണി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവ് എന്നോട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, എനിക്കിത്തരം സ്വഭാവങ്ങളൊന്നും മാറ്റാൻ പറ്റുന്നില്ല. പക്ഷേ എനിക്ക് നിന്നെ വലിയ ഇഷ്ടമാണ്. നിന്നെ തന്നെയാണ് ഭാര്യയായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. എനിക്ക് വേറെ കല്യാണം കഴിക്കാനൊന്നും പറ്റില്ല. അതെനിക്കറിയാം. അങ്ങനെ 10 കല്യാണം കഴിക്കാൻ പറ്റുന്നത്. നിങ്ങൾക്ക് എവിടെ പോയി എന്ത് വേണമെങ്കിലും കാണിക്കാം. ആണെന്നും പെണ്ണെന്നുള്ള വ്യത്യാസമില്ല. കണ്ട കുണ്ടിലും കുഴിയിലും ഒക്കെ പോയിട്ട് നല്ലവൻ ചമഞ്ഞ് എൻ്റെ കൂടെ വരും. എനിക്കത് സഹിക്കേണ്ട കാര്യമില്ല. പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, 2 സഹോദരന്മാർ, അവർ ഇത്രയും അധികം കുൽസിതങ്ങളിൽ ഏർപ്പെടുന്നത് ലോക ചരിത്രത്തിൽ ആദ്യമായിരിക്കാം. അതുകൊണ്ട് എന്തായാലും നിങ്ങൾ രണ്ടുപേരും ഡേഞ്ചറസ് ആളാണ്. എനിക്ക് അനിയത്തിയുടെ തീരുമാനം എന്താണെന്ന് അറിയില്ല. അവൾ ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുമായിരിക്കും. ഞാൻ പക്ഷേ അഡ്ജസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. എനിക്ക് വിവാഹമോചനം വേണം. ഞാനും എൻ്റെ മോനും കൂടെ എൻ്റെ വീട്ടിൽ പോയേക്കാം. ഇല്ലെങ്കിൽ ഞങ്ങൾ ഒരു വാടക വീടെടുത്ത് താമസിക്കാം. ഞങ്ങൾക്ക് മാസം ചെലവിന് തന്നാൽ മതിയെന്ന് ഞാൻ വാശി പിടിച്ചു. കാര്യം അത്രത്തോളം ദേഷ്യം എനിക്കുണ്ടായിരുന്നു. 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അനിയത്തി പറഞ്ഞു, ചേച്ചി ഇന്ന് ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിലേക്ക് വരാം. അവിടെ ഇരുന്ന് ഇവരെ എല്ലാവരെയും വെച്ചിട്ട് നമുക്കൊരു ചർച്ച ചെയ്യാം. ഓ, ഇനി എന്തോ ചർച്ച ചെയ്യാനാടി? ഇത്ര ആൾക്കാരെ നമുക്കെതിരാണ്. നമുക്ക് നമ്മുടെ വീടുകളിലേക്ക് പോകാം. വേറെ എത്രയോ ആണുങ്ങൾ ഇവിടെ കാണും. ഇനി ആണുങ്ങളെ കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, നമുക്ക് ഒറ്റയ്ക്ക് ജീവിക്കാമല്ലോ, ജോലി ചെയ്ത് ജീവിക്കാം. ഇവരുടെ ഇത്തരം പണമൊന്നും നമുക്ക് ആവശ്യമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, ചേച്ചി അങ്ങനെ പോകാൻ വരട്ടെ. നമ്മളിപ്പോൾ ഒഴിഞ്ഞു പോയെന്ന് പറഞ്ഞാലും അവർക്ക് പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടുമില്ല. അവർ സന്തോഷത്തോടുകൂടി നടക്കുമായിരിക്കും. പക്ഷേ ഈ പറഞ്ഞതുപോലെ നമ്മളെപ്പോഴും 2ാം തരക്കാരുമാകും. നീ പറഞ്ഞ എന്താ? അവരെ സഹിച്ചിവിടെ നിൽക്കണമെന്നാണോ? സഹിച്ചു നിൽക്കേണ്ട കാര്യമില്ല. പക്ഷേ എന്നാലും നമുക്കൊന്ന് ചർച്ച ചെയ്ത് നമുക്ക് ഗുണമുണ്ടാകും തീരുമാനം എടുക്കാൻ ചേച്ചി. അല്ലാതെ പറ്റില്ല. ഇങ്ങനെ വെറും കൈയോടൊന്നും ഇവിടുന്ന് പോകാൻ എനിക്ക് പറ്റില്ല. അത്രയ്ക്ക് വലിയ കുൽസിതമല്ലേ കാണിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. എന്തായാലും അവൾ നിർബന്ധിച്ചതല്ലേ, അതുകൊണ്ട് ഒരു ചർച്ചയാകാമെന്ന് വെച്ചു. പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോഴേക്കും ചേട്ടനും അനിയനും കുറ്റങ്ങളെല്ലാം സമ്മതിച്ചു. അവർ പണ്ട് തൊട്ടേ അറ്റാച്ച്ഡാണ്. ഇതുപോലെയൊക്കെയുള്ള കുൽസിതങ്ങൾ അവർ ഇനിയും തുടരും. ഒന്നും നിർത്താൻ അവർക്ക് ഉദ്ദേശമില്ല. 2 പേർക്കും പ്രത്യേക മാനസിക നിലയാണെന്ന് മനസ്സിലായി. പക്ഷേ ഒഴിഞ്ഞു പോകാൻ സമ്മതിക്കില്ല. ഞങ്ങളുടെ കാലിൽ പിടിച്ച് കരയുകയാണ്. ചേട്ടൻ്റെയും അനിയൻ്റെയും ഭാര്യമാർ ഒന്നിച്ച് ഇട്ടിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് കാരണം ആൾക്കാർ തിരക്കും. എങ്ങനെയെങ്കിലും അന്വേഷിച്ചറിയും. അതോടുകൂടി അവരുടെ ഇമേജ്, കുടുംബത്തിൻ്റെ ഇമേജ് എല്ലാം പോകും. പിന്നെ നിങ്ങൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകില്ല. ഇങ്ങനൊരു പ്രശ്നമുണ്ടായി. ഇങ്ങനെ 2 പേരുടെ ഭാര്യമാരായിരുന്നു നിങ്ങളെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ നല്ലൊരു ജീവിതം പോലും ഉണ്ടാകില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് പുതിയ 2 ജീവിതം ഉണ്ടാകണമെന്നൊന്നും ഒരു നിർബന്ധവുമില്ല. പക്ഷേ നിങ്ങളെ സഹിച്ച് ജീവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നടക്കുന്ന കാര്യമല്ല. അപ്പോഴാണ് എൻ്റെ ഭർത്താവ് ഒരു ഓഫർ വെച്ചത്. ഞങ്ങൾ 2 പേരും നിങ്ങളുടെ അടുത്ത് ഒന്നിനും വരില്ല. നിങ്ങൾ ഞങ്ങളുടെ ഭാര്യമാരെ പോലെ ഈ വീട്ടിൽ അങ്ങ് താമസിച്ചാൽ മതി. ഇപ്പം തരുന്നതിൻ്റെ ഇരട്ടി കാശ് എല്ലാ മാസവും ഞങ്ങൾ തരും. അതുപയോഗിച്ച് നിങ്ങൾ ഇഷ്ടമുള്ള പോലെ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോ. നിങ്ങൾക്ക് മേൽ ഞങ്ങൾക്ക് യാതൊരു നിയന്ത്രണവുമില്ല. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും രഹസ്യമായി ഇഷ്ടങ്ങളുണ്ടെങ്കിൽ അത് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ആകാം. അതിന് ഞങ്ങൾ സഹായം ചെയ്യാം. ഇനി ഒരിക്കലും ഭാര്യമാരെ പിടിച്ചു നിർത്തുന്ന ഭർത്താക്കന്മാരായിട്ട് ഞങ്ങൾ അഭിനയിക്കില്ല. സമൂഹത്തിൽ നിലനിൽക്കാൻ ഒരു കുടുംബം എന്നുള്ള മറ എപ്പോഴും വേണം. ഞങ്ങൾക്ക് 2 പേർക്കും ഭാര്യമാരുണ്ട്, കുട്ടികളുണ്ട്. ഞങ്ങൾ നല്ല കുടുംബത്തിൽ ജീവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പിന്നിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും ആരും വിശ്വസിക്കില്ല. അല്ലെങ്കിൽ ആരും തിരക്കാൻ വരില്ല. പക്ഷേ നിങ്ങൾ ഇട്ടിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമാകും. അതുകൊണ്ട് നിങ്ങൾക്കും ഗുണമുണ്ടാകുന്ന കാര്യമാണ്. ഞങ്ങളുടെ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കൂ പ്ലീസ് എന്ന് 2 പേരും പറഞ്ഞു. പക്ഷേ എനിക്കതിൽ താല്പര്യമില്ലെങ്കിലും എൻ്റെ അനിയത്തിക്ക് അതൊക്കെ ആയിരുന്നു.
അനിയത്തി എന്നോട് പിന്നെ പറഞ്ഞു, ചേച്ചി സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ വിവാഹമോചനം ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മൾക്കും രണ്ടാം കെട്ടുകാരെന്നുള്ള രീതിയിൽ ഒരു കിളവനെ മറ്റുമായിരിക്കും കിട്ടുക. ഇവിടെ ഇപ്പോൾ ഭർത്താക്കന്മാരുടെ തലവേനയുമില്ല, നമുക്ക് ഇഷ്ടംപോലെ ക്യാഷ് കിട്ടും. ഇതൊക്കെ പറഞ്ഞ് നമുക്ക് സുഖമായി ജീവിക്കാം. ഏതെങ്കിലും ഒരു സമയത്ത് അവർ നമ്മളെ ഭരിക്കാനോ അല്ലെങ്കിൽ നമ്മളുടെ ആനുകൂല്യം കുറയ്ക്കുകയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഷൗട്ട് ചെയ്താണെങ്കിലും നേടിയെടുക്കാം അത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇത് ബെറ്റർ ഓപ്ഷനാണ്. ഇനിയിപ്പം ചേച്ചി വിവാഹമോചനം ചെയ്ത് രണ്ടാമതൊരു ഭർത്താവിനെ ആശിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നുകൊണ്ട് തന്നെ രണ്ടാമത് 100 ഭർത്താക്കന്മാരെ കാണാമല്ലോ ചേച്ചി. അപ്പോൾ പിന്നെ എനിക്കും അങ്ങനെ തന്നെ. എന്തിനാ നമ്മൾ വിവാഹമോചനം ചെയ്ത് സമൂഹത്തിൽ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യമാ? രണ്ട് കൂട്ടർക്ക് നഷ്ടം തന്നെയാണ്. എനിക്ക് തോന്നുന്നത് ഇവരിപ്പോൾ നമ്മുടെ യഥാർത്ഥ ഭർത്താക്കന്മാരൊന്നുമല്ലല്ലോ, പുറമേ കാണിക്കാൻ ഒരു ഭർത്താവും ഭാര്യയും. ആ ഒരു രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. അനിയത്തി പറഞ്ഞതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ ഒരു പ്രശ്നത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റിയത്. അവൾ പറഞ്ഞു, ഇനി അവരെ അടുപ്പിക്കേണ്ട കാര്യമില്ല, എല്ലാം എല്ലാവരുടെ മുന്നേ അഭിനയിച്ച് ജീവിച്ചാൽ മതിയെന്ന്. സത്യം പറഞ്ഞാൽ ഒരു കുട്ടിയുള്ളത് കൊണ്ട് ഞാനും ചിന്തിക്കണ്ടേ, അതുകൊണ്ട് അവളുടെ കൂട്ടത്തിൽ ഞാനും ചേർന്നു. മാഡം, ഇത്രയും നാൾ ഞങ്ങൾ ജോലിക്ക് പോയിട്ടില്ല. ഇപ്പോൾ ഞാൻ ചെറിയൊരു കമ്പനിയിൽ ജോലിക്ക് പോകാൻ തുടങ്ങി. പണ്ട് ഭർത്താവിന് ഞാൻ ജോലിക്ക് പോകുന്നത് ഇഷ്ടമല്ല, എന്നെ ഭരിക്കാൻ വരുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒന്നുമില്ല, ഞാൻ ജോലിക്ക് പോയി പണം സമ്പാദിക്കുന്നുണ്ട്. അവരും കറക്റ്റായിട്ട് ക്യാഷ് ഞങ്ങൾക്ക് തരുന്നുണ്ട്. എൻ്റെ അനിയത്തി ഇപ്പോൾ MBA പഠിക്കാൻ പോകുന്നു. 30 വയസ്സ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കുണ്ടായ മാറ്റങ്ങളൊക്കെ മറ്റുള്ളവർ, അയ്യോ നിങ്ങൾ ഇപ്പോഴാണ് പഠിക്കാൻ പോകുന്നത്, ജോലിക്ക് പോകുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇപ്പോഴാണ് ഭർത്താക്കന്മാർ സാമ്പത്തികമായി രക്ഷപ്പെട്ടത് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഫ്രീ ലൈഫ് എൻജോയ് ചെയ്യുന്നു മാഡം. അവരുടെ കൂട്ടത്തിൽ കൂടാൻ ഞങ്ങളോട് പലവട്ടം ആവശ്യപ്പെട്ടതാണ്. ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞു അത് വേണ്ട. കാര്യം അവരുടെയൊക്കെ സ്വഭാവം വളരെ പ്രശ്നമുള്ളതാണ്. അപ്പോൾ എന്തെങ്കിലും രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് പിന്നെ വലിയ ബാധ്യതയാകും. എന്തായാലും അത്ര അപകടകരമായ ഗെയിമിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. ഇപ്പോൾ അനിയത്തി കൂടെ പഠിക്കുന്നൊരു പയ്യനുമായി നല്ല കമ്പനിയാണ്. അവനറിയാം അവൾ വിവാഹിതയാണെന്ന്. അവളും ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞിട്ടില്ല. അവൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഒന്ന് നിൽക്കുകയാണ്. ഇപ്പോൾ പകൽ സമയത്ത് 2-3 വട്ടം ഞാനിവിടെ ഉള്ളപ്പോൾ അവനുമായി വന്നു. അവരുടെ നർമ്മസല്ലാപങ്ങൾ ഞാനും അങ്ങ് അനുവദിച്ചു കൊടുത്തു. ഭർത്താക്കന്മാരോട് ഞങ്ങൾ പറഞ്ഞിരുന്നു, ഞങ്ങളുടെ ഇടയിലേക്ക് നിങ്ങൾ വരണ്ട, നിങ്ങൾ എന്തെങ്കിലും കാണിച്ചോളൂ എന്ന്. പക്ഷേ ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ഞങ്ങൾ കണ്ടെത്തുമെന്ന്. അവർക്ക് അതിൽ ഒരു പ്രശ്നവുമില്ല. അനിയത്തിക്ക് ഒരു പ്രശ്നമുണ്ടല്ലോ, കുട്ടികളില്ലാത്തതിൻ്റെ പ്രശ്നം. അത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടി പരിഹരിക്കാമെന്നാണ് അവൾ വിചാരിക്കുന്നത്. ഇപ്പോൾ ആ പയ്യൻ എനിക്കും ഒരു സ്വപ്ന നായകനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ രണ്ടുപേരുടെയും യഥാർത്ഥ പ്രശ്നങ്ങൾ അവനോട് പറഞ്ഞിട്ടില്ല. എങ്കിലും ഇവളുടെ പേരിൽ വന്നതുകൊണ്ട് എനിക്കും അവിടെ നല്ലൊരു രീതിയിൽ ഒരു അരങ്ങേറ്റം കിട്ടി. എനിക്കും വളരെ രസകരമായി തോന്നുന്നു. ഞാൻ എൻ്റെ ഭർത്താവിനെ അത്രയ്ക്കങ്ങ് സ്നേഹിച്ചത് കൊണ്ട് ആദ്യമൊക്കെ ഇത്തിരി പ്രശ്നമുണ്ടായിരുന്നു. ഇപ്പോൾ അനിയത്തി പറഞ്ഞ വഴി തന്നെയാണ് രസമെന്ന് തോന്നുന്നു. ഇപ്പോൾ അനിയത്തിക്ക് വിശേഷമുണ്ട്, ആർക്കും ഒരു പ്രശ്നവുമില്ല. സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു രീതിയിൽ ജീവിക്കാനല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഈ ഒരു സംഭവം ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളും തെറ്റിൻ്റെ വഴിയിലേക്ക് പോയോ എന്നൊരു സംശയം. മാഡം പലപ്പോഴും പറയുന്ന പല ഉപദേശങ്ങളും ഞാൻ കേൾക്കാറുണ്ട്. അപ്പം ഞാൻ ഓർക്കും എൻ്റെ ജീവിതത്തിലൊക്കെ എത്ര വിചിത്രമായ കാര്യം സംഭവിച്ചെന്ന്. പക്ഷേ ഒഴുക്കിനൊപ്പമോ ഒഴുക്കിനെതിരെയോ നീന്തേണ്ടേ മാഡം, അതുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത് എന്നാണ് പറഞ്ഞത്. ആദ്യം കേൾക്കുമ്പോൾ നമുക്ക് വിചിത്രമായി തോന്നുമെങ്കിലും ഇതും ഇതിലധികവും വിചിത്രമായ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ വീഡിയോയും അല്ലെങ്കിൽ പണം ഉണ്ടാക്കാനും ഒക്കെ ഇറങ്ങിത്തിരിക്കുന്ന ഒത്തിരി ആണും പെണ്ണുങ്ങളും ഇപ്പോഴുണ്ട്. അല്ലാതെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഓരോരോ അല്പവസ്ത്രധാരണികളായിട്ട് എന്തെല്ലാമാണ് കാണിച്ചു കൂട്ടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇവർക്ക് വേണമെങ്കിൽ വിവാഹമോചനം ചെയ്ത് വേറെ നല്ലൊരു ജീവിതം കണ്ടെത്താമെങ്കിലും വളഞ്ഞ വഴിയാണ് അവരും സ്വീകരിച്ചത്. അപ്പോൾ പിന്നെ ഈ സമയത്ത് ഭർത്താക്കന്മാരും കണക്കായി ഭാര്യമാരും കണക്കായി എന്നുള്ള രീതി ആയതുകൊണ്ട് ഇതിലിപ്പം ശരിയും തെറ്റും ഒന്നും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ശരിയാണ്, പക്ഷെ നമ്മളാണെങ്കിലും വിചിത്രമായ സിറ്റുവേഷൻസ് വരുമ്പോൾ വിചിത്രമായി എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് ആർക്കും അറിയില്ല. ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. അപ്പോൾ മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഒരു വിചിത്രമായ ഏരിയാസൊക്കെ മനസ്സിലാക്കാൻ ഈ ഒരു കഥ ഉപകരിക്കും എന്ന് കരുതുന്നു. അല്ലാതെ നമുക്ക് കൂടുതൽ ഇതിനെപ്പറ്റി ഒന്നും പറയാൻ പറ്റില്ല.